ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഈശോ 5000 പേർക്കായിട്ട് 5 അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ ഈ പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലെ വായന ഭാഗങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത തരം പ്രത്യക്ഷീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മള് വെളിച്ചം, ഇരുളിൽ വെളിച്ചമായി ഈശോ വരുന്നതിനെ കുറിച്ചാണ് തിങ്കളാഴ്ച നമ്മൾ വായിച്ചത്. അതൊരു ജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജ്ഞാനമായി കടന്നു വരുന്ന യേശു സാന്നിധ്യം അല്ലെങ്കിൽ യേശുവിന്റെ മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടുത്തൽ. ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷ ഭാഗത്ത് യഥാർത്ഥത്തില് സ്നേഹമായി വെളിപ്പെടുത്തുന്ന, തന്റെ സ്നേഹത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന ഈശോയുടെ ആ മാനിഫെസ്റ്റേഷൻ, ആ വെളിപാടിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പ്രത്യക്ഷീകരണത്തെ കുറിച്ച് പലതരം വെളിപ്പെടുത്തലുകൾ, പ്രത്യക്ഷീകരണമാണ്. ഇന്നത്തെ ഒന്നാം വായന 1 യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അത് വാക്യങ്ങൾ ഇങ്ങനെയാണ്: നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8. ദൈവം സ്നേഹമാണ്. പിന്നെ സ്നേഹത്തിലൂടെയുള്ള ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത്. എന്നിട്ട് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ഈ 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച് നൽകിയ സംഭവം നമ്മൾ വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുക, ജനക്കൂട്ടത്തെ കണ്ട സമയം തൊട്ട് ഈശോ ചെയ്യുന്ന 5 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടും കാണാനായിട്ട് സാധിക്കും. ഒന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി. നമ്മൾ ആദ്യം മനസ്സിലാക്കുമ്പോൾ പ്രതിഫല സ്വീകരണത്തിനായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വേണ്ടി കടന്നു വരുന്ന ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അപ്പൊ ഇവിടെയും ഒരു ജനക്കൂട്ടത്തെ അവൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവന് അവരോട് അനുകമ്പ തോന്നി. അപ്പം അതിന്റെ സ്റ്റാർട്ടിങ്, ആ സ്നേഹം ഉള്ളിൽ, ദൈവത്തോടും സഹജീവികളോടും സ്നേഹമുള്ള ഒരാളുടെ ഉള്ളിൽ ആ സ്നേഹം തിളച്ചു പൊന്തുന്നതിനെ വിളിക്കുന്ന പേരാണ് അനുകമ്പ, കമ്പാഷൻ. അനുകമ്പ സ്പ്ലാഗ്നറ്റ്സുമായി നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അനുകമ്പയിൽ നിന്നും പിന്നെ അത് രൂപം പ്രാപിക്കുന്നതാണ് പരിഗണന. അത് നമ്മൾ പിന്നെ വായിക്കുന്നതാണ്: നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞയക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ശിഷ്യന്മാരൊന്ന് ചോദിക്കുക, അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, പറഞ്ഞയക്കട്ടെ. ഞാൻ വിശ്വാസം പറയുന്ന നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അത് പരിഗണനയാണ്. നമ്മൾ എന്തെങ്കിലും വഴി കണ്ടെത്തണം. നമ്മൾ സ്നേഹിക്കുന്നതിന്റെ, അനുകമ്പ പ്രദർശിപ്പിക്കുന്നതിന്റെ, പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ വഴി കണ്ടെത്തുക. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. ഞാൻ രണ്ടാമത്തത് അനുകമ്പ പരിഗണനയെ വളരുന്നു. മൂന്നാമത്തത് ഈശോ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവരെല്ലാവർക്കുമായി വിഭജിച്ചു. അപ്പവും മീനും വിഭജിച്ച് നൽകി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് പങ്കുവെപ്പ. അപ്പൊ അനുകമ്പ പരിഗണനയിലേക്ക് വളരുകയും പരിഗണന പങ്കുവെപ്പലിലേക്ക് വളരുകയും ചെയ്യുന്നു. ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. മൂന്നാമത്തെ സ്റ്റേജ് ഈ പങ്കുവെപ്പ്. പിന്നെ എന്തിലേക്കാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി, സംതൃപ്തിയിലേക്ക് നയിക്കുന്നു. അതായത് നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം അനുകമ്പയെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അയാളോട് നമുക്ക് പരിഗണന ഉണ്ടാവണം. ആ പരിഗണനയോടൊപ്പം നമുക്ക് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാവണം. വെറും പങ്കുവെപ്പല്ല, അയാൾക്ക് സംതൃപ്തി കിട്ടുകയുള്ളൊരു പങ്കുവെപ്പ് ഉണ്ടാവണം. അതാണ് നാലാമത്തത്. 5-ാമത്തേത് എന്ന് പറയുന്നത് ബാക്കി വന്ന അപ്പകഷ്ണങ്ങളും മീനും 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. അതാണ് 5-ാമത് പറയാം. 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. സമൃദ്ധിയാണ്. 2 പേർക്ക് സമൃദ്ധി ഉണ്ടായി. എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവുന്നു. ആർക്കും ഒരു നഷ്ടമോ കുറവോ ഒന്നുമില്ല. സമൃദ്ധിയിലേക്ക് വളരുകയാണ്. പങ്കുവെപ്പ് സമൃദ്ധിയിലേക്ക് വളരുന്നു. നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്, സ്നേഹമുള്ള ഒരാളുടെ ഉള്ളിൽ നിന്നും തിളച്ചു പൊന്തുന്ന അനുകമ്പ പരിഗണനയായി മാറുന്നു. പരിഗണന പങ്കുവെപ്പായി മാറുന്നു. പങ്കുവെപ്പ് തൃപ്തിയായി മാറുന്നു. തൃപ്തി സമൃദ്ധിയായി മാറുന്നു. ഇങ്ങനെയാണ് നമുക്ക് 5 ലെവലിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലെ 5 സ്റ്റേജസ് ആയിട്ട്, 5 പടികളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: അനുകമ്പ ഉണ്ടാവുന്നു, സ്നേഹം തിളച്ചു പൊന്തി അനുകമ്പ ഉണ്ടാവുന്നു. അനുകമ്പ പരിഗണനയായി മാറുന്നു. പരിഗണന പങ്കുവെപ്പിലേക്ക് വളരുന്നു. പങ്കുവെപ്പ്
സംതൃപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അയാൾക്ക് സംതൃപ്തി കിട്ടണമെന്നുള്ള ലക്ഷ്യമുണ്ട്. കാര്യം എനിക്ക് സംതൃപ്തി കിട്ടിയിട്ട് കാര്യമില്ല, വാങ്ങിക്കുന്ന അവന് കൂടി സംതൃപ്തി ഉണ്ടാകണം. സംതൃപ്തിയിലേക്ക് വളരുന്നു, അത് പിന്നീട് സമൃദ്ധിയായി മാറുന്നു. അങ്ങനെയാണ് ഈ 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് നമ്മുടെയൊക്കെ സ്നേഹം ആരോട് പങ്കുവെച്ചാലും, കുടുംബത്തിനുള്ളിലുള്ളവരോട് പങ്കുവെച്ചാലും, മറ്റ് സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന മറ്റു മനുഷ്യരോട് പങ്കുവെച്ചാലും, നമ്മൾ കാണുന്ന നമ്മളെക്കാൾ ദരിദ്രരായ സഹോദരങ്ങളോട് പങ്കുവെക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഈ 5 കാര്യങ്ങളാണ്. അനുകമ്പ വളർന്ന് പരിഗണനയാവുന്നു, പരിഗണന പങ്കുവെപ്പായി മാറുന്നു, പങ്കുവെപ്പ് സംതൃപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, അത് സമൃദ്ധിയിലേക്ക് വളരുകയും ചെയ്യുന്നു. അങ്ങനെ 5 കാര്യങ്ങളിൽ ആ 5 പ്രോസസ്സുകൾ നമ്മളിൽ ഭംഗിയായി പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നവരായി മാറുന്നത്. അപ്പോഴാണ് ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ് 1 യോഹന്നാൻ 4:8 ആ വാക്യം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ആ സ്നേഹം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടും, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് സ്നേഹത്തിലൂടെയുള്ള പ്രത്യക്ഷീകരണം. നമ്മളുടെ സ്നേഹത്തിലൂടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെയുള്ള ദൈവത്തിന്റെ ആ മാനിഫെസ്റ്റേഷൻ, പ്രത്യക്ഷീകരണമാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക. അപ്രകാരം ദൈവം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയുമാറാകട്ടെ.